ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ഥലം കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താണിയപ്പംകുന്ന് ഇറങ്ങി നമ്മൾ കാവുമ്പുറത്ത് കണ്ടെത്തുന്നതിന് മുന്നേ കാളിയേലയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വഴിയൊന്നും അറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം ഉണ്ട് എന്നൊക്കെ അറിയണത് കേട്ടോ. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അവിടെ നിന്ന് ചോദിച്ചു അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ താഴെ തന്നെ അങ്ങനെ 3 വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു ഇനി ഇവിടെ തന്നെ ആവുന്നു കേട്ടോ. അങ്ങോട്ടും റോഡുണ്ട്, എങ്ങനെയാ പോകണ്ടെന്ന് ഒരു പുറത്തുമില്ല. നമ്മൾ വന്നേ ഇപ്പം ഇവിടുത്തെ താഴെ ആ വണ്ടി നിർത്തിയതും ഈ റോഡിൻ്റെ അവസ്ഥയും കണ്ടില്ലേ. ഇങ്ങോട്ടൊന്നും ആരും വണ്ടി കയറ്റലും കൂടെ എല്ലാം തോന്നണം കേട്ടോ. ചിലവർ മാത്രമാണ് വണ്ടി കയറ്റിയിട്ട് മുകൾക്ക് പോകണത്. പിന്നെ വേറെ വഴിയുണ്ട് തോന്നണം അപ്പുറത്ത് കൂടെ വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ കേട്ടോ. അതെങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരാൾ അങ്ങോട്ട് വണ്ടിയൊക്കെ വലിയ കയറ്റിയിട്ട് അവിടെ പോയിട്ട് കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം മുകൾക്കത് കയറുന്നില്ല. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളെ കൂടെ വരുന്ന ആൾക്കാരെയും കാണാനില്ല കേട്ടോ. അതൊന്നും ഉന്തി കയറ്റാനും പൗതി വൈക്ക് വരെ എത്തിക്കണേ. അങ്ങനെ ഓരെയും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്ന്. പക്ഷേ അപ്പോഴും ഓരോ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ചെയ്താലും കൂടെ രണ്ടാളും കൂടെ തള്ളി കയറ്റി. അപ്പോഴാണ് സ്കൂട്ടിക്ക് 3 വെയിറ്റ് ഉണ്ട് അറിയില്ല കേട്ടോ. അത് കയറിയിട്ടും കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുഴിയിൽ പോയിട്ട് അങ്ങ് ചാടിയൊക്കെയായിരുന്നു. ഒരുവിധം ഞങ്ങൾ രണ്ടാളും കൂടെ അത് തള്ളി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അടിയിൽ നിന്ന് കാണുന്നുണ്ട്, അത് അടിയിലുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് കയറി വരാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഉണ്ട് കയറി പോകാനുള്ളത്. ഇങ്ങനെ വെള്ളം ഒലിച്ചു വന്നിട്ടാണ് തോന്നണേ. ഇങ്ങനെ ഒരു കുന്നിൻ ചെരിവാണ് കേട്ടോ. അതിനെ നല്ല വേറെ വഴിയുണ്ട്. ഇങ്ങനെ ഒത്തിരി നടക്കുന്നിട്ടും പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ ബൈക്കായിട്ടൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ വണ്ടി അങ്ങനെ കയറ്റി അവിടെ എത്തി. ഇവിടെ ഇങ്ങോട്ട് കയറി എത്തിയപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ താഴേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളും കാണാൻ പറ്റും. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർഗിൽ കുന്ന്, കാളിയാല കുന്നിൻ്റെ മുകളിലെത്തി. അവിടെ കുറേ ആൾക്കാരൊന്നും കാശിത്തുമ്മൻ്റെ മാതിരിയുള്ള ചെടികൾ പൂത് ഉറച്ചിട്ടത്. വായോ. അപ്പൊ ഇതാണ് കുന്നിന്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ. കുറെ അമ്പകളുണ്ട് ഇവിടെ. നമുക്കിനി അവരുടെ വിശേഷങ്ങൾ അറിയാം. അമ്പയെ കുത്തി ഇനി എന്തെങ്കിലും പ്രശ്നമാവോ അവൻ്റെ. മൊത്തത്തിൽ എങ്ങനെ അറിയോ, ശരിയാണ് ഇട്ടത്. അങ്ങനെ ഫോട്ടോ എടുത്തരുന്ന അമ്മ ഫോട്ടോ എടുത്തരാം. എന്ത് രസമാണ് ഈ പാറകളിന്റെ മുകളിലേക്ക് നമുക്ക് ചേക്കേറാം. പശുവിന്റെ കൂടെ പോകും. നമ്മളെങ്ങനെ ഇതിൽ കൂടെ പോവുക? ആയിശീല മട്ടി വാ. ഇതാണ് നമുക്ക് കേറി പോവാനുള്ളത്. അതിനമ്മ കേറി. ഞാൻ ഒരു വീഡിയോ ഇനി നമ്മൾക്ക് ഇത് ഫുള്ള് കുന്ന് തന്നെ. അതിലുണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് അതില്. അത് കുടിച്ചോമ്മാൻ്റെ കുട്ടി. അപ്പൊ ഞങ്ങൾ നാരങ്ങ വെള്ളം കൊടുന്നീന്ന് കിട്ടാ. ഞാൻ അവനക്ക് അറിയാം, അവനക്ക് ഒടുക്കെങ്കിലും ഇറങ്ങിയാൽ അപ്പൊ വിശപ്പും ദാഹവും വരുന്നൊരു കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടതല്ലേ, നന്നായിട്ട് മയക്കാറുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ. പിന്നെ ഫോട്ടോ എടുക്കുന്നതാണ്, ഐസിനെ ഫോട്ടോ എടുക്കണില്ല ഭയങ്കര പരാതി ഉണ്ടായിരുന്നു കേട്ടോ.
കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാനും എന്താ നമ്മളടിയിൽ 3 വണ്ടി മാത്രമാണല്ലോ കണ്ടത്. ഇതിൽ വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് വരാനായിട്ട്. ഈ ഒരു കുന്നിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗാർഗിൽ കുന്ന്, കാളിയാലെ കുന്ന് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും അധികം ആൾക്കാർ ഇതിൻ്റെ മുകളിലുണ്ട് എന്ന് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന ടൈമിലും ഒത്തിരി ആൾക്കാർ ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനോ ഉള്ളത് എടുത്തിട്ടൊക്കെ. പിന്നെ എന്താണെന്ന് പ്രശ്നം എന്നല്ലേ, എല്ലാവരും വരുമ്പോൾ കുടയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളാണെങ്കിൽ കുടയും മടിയും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മഴൻ്റെ കാര്യം തന്നെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ, മഴ പെയ്യും എന്നുള്ളത്. ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ഇതിനെന്താ പറയാ അറിയാം, ഞങ്ങൾ കളിച്ചുമ്പോൾ പൂച്ചവാലി എല്ലാരും കൊടോട് നിൽക്കണേ, നമ്മള് കൊടോടുന്നില്ല. വാപ്പണ്ടായി ഓല ഓല കൊടോയി കൂടി മഴ ചെയ്തു ഇമ്പത്തേക്ക് പോവാ. ഇമ്പം അതിൽ കാലിടല്ലേട്ടാ ചേച്ചിമ്പം. നല്ല പെട്ടാല് കാലിടല്ലിട്ടാ. ചെറിയതാ. എന്താ വിചാരിച്ച് എല്ലാരും കൊടോട് നിൽക്കണം കേട്ടാ. കൊടയായിട്ട് വരാത്ത ഞങ്ങള് മാത്രം. കൊട വണ്ടി എങ്ങനെ ഇങ്ങോട്ട് ഇറക്കാന്നാണ് ഇപ്പൊ നോക്കുന്നത്. മഴ നന്നായിട്ട് പെയ്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ഇങ്ങനെ കയറി വരുന്നുള്ളൂ. വൈകിട്ടാവുമ്പോൾ ഇവിടെ നിറയെ ആൾക്കാരാവും. അപ്പോൾ ഇതാ മഴയും പെയ്ത് ഞങ്ങൾ ഈ കുന്നിറങ്ങാനായിട്ട് പോവാണ്. ഐസിന് ഞങ്ങളെ കയ്യിലുള്ള ഹെൽമെറ്റ് തലമട്ടെടുത്താണ്, തൽക്കാലം തല നനയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ പശുക്കിടാവ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഇതിന് മാത്രമൊന്നുമല്ല, വേറെ ആൾക്കാർ ബൈക്കേറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കുട്ടികള് ഇങ്ങനെ നടന്നു പോവാണ്. വണ്ടി താഴത്തെത്തിയിട്ടാ, വണ്ടി ഇറക്കി. നമ്മള് ഈ മഴ ആയതുകൊണ്ടാട്ടാ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ച് കുറേ ഫാമിലി ഉണ്ട്. അപ്പൊ താഴത്ത് നിറയെ വണ്ടിയൊക്കെ അതേപോലെ അതിന്റെ മോൾക്കും വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അവിടെ അപ്പുറത്ത് വേറെ റോഡ് ഉണ്ട് തോന്നുന്നു. ഒരു താഴ്ചെത്തി. പോയാ അങ്ങനെ ഒരു കുളത്തിന്റെ അവിടെ കയറിക്കോട്ടാ. കുളം കാണാൻ കയറിയതാണ്. അപ്പൊ വിശക്കുണ്ട് കയറിയിട്ട് നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുന്നു. നാരങ്ങളും കൂടി റയ്യാന് കൊടുക്ക്, അവനക്ക് വായിലച്ച് കൊടുക്ക്. ചൈനാട് എടുത്തോന്നാ